ഇത്രയും കാര്യങ്ങൾ ചെയ്തു. കുക്കറിൽ എല്ലാ സാധനങ്ങളും വെച്ചു. കുക്കറിൽ പുഴുങ്ങാനിട്ടേക്കണം. നന്നായിട്ട് വെന്തതിന് ശേഷം കുക്കറിൽ നിന്ന് ഇറക്കി. കൈവിട്ട പോത്തുംകാലിൻ്റെ അവസ്ഥ, ഐ മീൻ കൈവിട്ട പോത്തുംകാൽ എന്ന് പറയാം ഈ കറി. കാരണം നമ്മൾ ഉദ്ദേശിച്ച പോത്തുംകാല് ആയിട്ടില്ല. പെരുമ്പാവൂർ പോത്തുംകാൽ. പോത്തുംകാല് മേടിച്ചിട്ട് നമ്മുടെ കട്ടിങ് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് ആക്സോ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് അതിനെ പിന്നെന്ത് ചെയ്തു, മഞ്ഞളൊക്കെ തേച്ച് കുക്കറിൽ വേവിക്കാൻ വെച്ചേക്കണം. അപ്പോൾ നമ്മൾ കണ്ടത് അതിൻ്റെ അകത്ത് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത്, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഒക്കെ ആഡ് ചെയ്തിട്ട്, ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ട് ഇനി അത് വേവിക്കാൻ വെച്ചേക്കണം. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഒരു പരിവാകുമ്പോൾ പിന്നെ അതോടെ എടുത്ത് മാറ്റി നമ്മൾ ഉരുളിയിലിട്ടിട്ട് നല്ലപോലെ പോത്തുംകാൽ കറി ഉണ്ടാക്കും. ഇടിക്കല്ല, ഇടിക്കലിന്റെ ഇടിക്കട്ട കാണുന്നില്ല. ഒരലിന്റെ കട്ട കാണുന്നില്ല. പോത്തുംകാലൂടെ നല്ല സ്ലോ കുക്കിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇടിക്കട്ട കിട്ടിയാ? ഓക്കെ, ഇടിക്കട്ട കിട്ടി. മെയിൻ ഷെഫ് ഇഞ്ചി വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ചതച്ച് ഇഞ്ചി അതിൻ്റെ അകത്ത് ഇടയത്. അപ്പൊ നെക്സ്റ്റ് വെളുത്തുള്ളി ചേർക്കണം അല്ലേ? വെളുത്തുള്ളി തൊണ്ട് കളയാണ്ട് ചേർക്കാം. അതുകൊണ്ടാ തൊണ്ട് കളയാണ്ട് ചേർക്കണം എന്നാണ്? അതല്ലേ. അപ്പൊ ഇത്ര ഇവിടം വരെ നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാം? ഇപ്പോഴത്തെ പോത്തുംകാലിന്റെ തുടക്കം തൊട്ട് നമ്മള് അതിനകത്ത് ഇപ്പൊ ഇഞ്ചി, വെളുത്തുള്ളി, മുളകുപൊടി, മഞ്ഞപ്പൊടി, ഓക്കെ, പിന്നെ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ടുള്ളൂ. സവാളയും ഒക്കെ ഇടാനുണ്ടല്ലേ? കുക്കർ ടൈറ്റായി. പോത്തും കല്ല് വെച്ചിട്ടില്ലേ? അങ്ങനെയുണ്ടായിരുന്നു പോത്തും കല്ല്. കുക്കർ അടച്ചു കൊടുക്കുക അല്ലേ? നല്ലപോലെ ഇതാനായിട്ട്. അപ്പൊ അതിനുശേഷം കുക്കറിൽ നിന്ന് എടുത്തതിന് ശേഷം സെറ്റ് ചെയ്യാനുള്ള കുക്ക് ചെയ്യാനുള്ള ഉരുളിയൊക്കെ ഇവിടെ സെറ്റ് ആയിരിക്കണം. ലൈസ ഓക്കെ. ഈ ഉരുളി എന്നിട്ട് എന്ത് ചെയ്യും? ഷെഫ് അവിടെ നന്നായിട്ട് കുക്കറിൽ വേവിച്ച് വെച്ച ഇത്രയും കാര്യങ്ങൾ ചെയ്തു. കുക്കറിൽ എല്ലാ സാധനങ്ങളും വെച്ചു. കുക്കറിൽ പുഴുങ്ങാനിട്ടേക്കണം. നന്നായിട്ട് വെന്തതിന് ശേഷം കുക്കറിൽ നിന്ന് ഇറക്കി ഈ കാണുന്ന ഉരുളിയിലിട്ട് അതിനെ സ്ലോ കുക്കിംഗ് ആണ്. കുക്കറിൽ ഏകദേശം എത്ര നേരം പിടിക്കും? 2 മണിക്കൂറോളം ഏകദേശം കുക്കറിൽ വേണ്ടവരും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ടതിന് ശേഷം. ഉരുളി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞു. ഒഴുങ്ങിയ പോത്തുംകാലൊക്കെ നേരെ ഉള്ളിലോട്ട് ഇടാൻ പറ്റും. ഓക്കെ, മൊത്തം വിട്ടു പോന്ന ഇതിന്റെ അതിൽ സൂപ്പായിട്ടാ. നമ്മള് കുക്കറിൽ നേരെ പോത്തുംകാലൊക്കെ എടുത്തിട്ട് തിരിച്ച് നേരെ ഉരുളിയിട്ടുണ്ട്. പക്ഷെ കുക്കറി കിടന്നിട്ട് കുറെ പോത്തുംകാലിന്റെ ഉള്ളിലത്തെ ലിഗമെന്റ്സ് ഒക്കെ എടുത്ത് പുറത്ത് വന്നിട്ടുണ്ട്. മജ്ജയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇത് കൊറേയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. കൊറേ പുറത്ത് വന്നു. കുക്കറിൽ വെച്ചിട്ടാണ്. അപ്പൊ കുക്കർ മജ്ജ ലേശം പാളിയിട്ടുണ്ട്. ശരിക്കും ഇത് ഉരുളിയിലാണ് ഇടുന്നത്. ഉരുളിയിലാണ് ശരിക്കും ഈ സാധനം നല്ല പോലെ മസാല സാധനങ്ങൾ ഇട്ട് കുക്ക് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ കുക്കറിൽ ഇട്ടുകൊണ്ട് ഓവർ കുക്കായി, സമയം കുറച്ച് അധികമായി പോയി. അപ്പൊ അതാണ് നമ്മുടെ കാണുന്നത്. ചില മജ്ജകളൊക്കെ ഇടയിൽ നിന്ന് വിട്ടു പോന്ന് വന്നേക്കുന്നത്. ശരിക്കും നമ്മൾ കറക്റ്റ് കുക്കറിന് എടുത്തതിന് ശേഷം പിന്നെ ഉരുളിയിലിട്ടിട്ട് പിന്നീട് കുക്ക് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടായിരിക്കും കുടയുമ്പോഴാണ് അത് വിട്ടുപോരാ. പൊതുവെ നമ്മൾ അങ്ങനെയാണ് കാണാറ്. ബട്ട് സ്റ്റിൽ ഇത് ഇപ്പോഴും നല്ലൊരു സൂപ്പായിരിക്കുകയാണ്. സൂപ്പ് കൊണ്ട് കണ്ട ഇപ്പോഴും ചില മജ്ജകളൊക്കെ ഇപ്പോഴും അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. നമുക്ക് ഫൈനലാകുമ്പോൾ എന്താണ് അവസ്ഥ നോക്കാം. മുടിക്കും. ഓക്കെ, പോത്തുംകാല്
ഉരുളിയിൽ കിടന്ന് ഉരുണ്ട് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. പോത്തുംകാലും ഓടി വെച്ചിട്ടുണ്ട്. മാറിക്ക് പോത്ത അവിടെ നിന്ന് പോത്തേ മാറി പോത്തുംകാല് പോത്തുംകാല് എന്താവും കുറച്ച് ഞാൻ പറയാൻ പറ്റും. അതായത് സൂപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം. 134 വേഗാവട്ടെ. ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറോളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അല്ലേ, ബോയിലായതിനു ശേഷം അതിൽ എന്തൊക്കെയുണ്ട്, തേങ്ങ അരച്ചൊഴിച്ചു അല്ലേ, ഒരു തേങ്ങ അരച്ചൊഴിച്ചു. പിന്നെ സവാള, തക്കാളി, വേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളുടെ പ്യൂറായിട്ടുള്ള പോത്തുംകാലിൻ്റെ ആ ഒരു റിസൾട്ടിലേക്കല്ല എത്തിക്കുന്നത്. ഇപ്പം ഏകദേശം ഒരു പോത്തുംകാൽ സൂപ്പിൻ്റെ ലെവലിലോട്ട് എത്തിക്കണം. ഇനി ഇത് കുറച്ചേരം കൂടി വന്നതിന് ശേഷം നമുക്കെടുക്കാം. ഇളക്കുമ്പോ അതൊക്കെ ഒരുപാട് മജ്ജകളൊക്കെ വിട്ടു സൂപ്പ് ആൻഡ് മജ്ജ മിക്സ് ആയിരിക്കണം. ഇത് കറിയില്ലേ അങ്ങനെ അല്ലേ, നന്നായി കേട്ടാ. പോത്തുകാലിൻ്റെ കൂടെ എന്ത് കഴിക്കുമെന്നാണ് ചില ദിവസമാണ്. പൊറോട്ടയൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. പൊറോട്ട ഒക്കെ മേടിച്ചിട്ട് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ പോത്തുംകാലെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഏകദേശം കൈവിട്ട പോത്തുംകാലിൻ്റെ അവസ്ഥയാണ്. ഐ മീൻ കൈവിട്ട പോത്തുംകാൽ എന്ന് പറയാം ഈ കറി. കാരണം നമ്മൾ ഉദ്ദേശിച്ച പോത്തുംകാൽ ആയിട്ടില്ല. എന്നിരുന്നാൽ കൂടിയും ആട്ടും പായൊക്കെ ഉണ്ടാക്കണ പോലെ പോത്തും പായ പ്ലസ് മജ്ജക്കറി എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു സാധനമായിട്ട് മാറി. ഉരുളി വെക്കാനുള്ള സെറ്റപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. പൊറോട്ടയും ചപ്പാത്തിയും റെഡി കേട്ടോ. ഈ കസേര ഒരെണ്ണം മാറ്റിക്കുക. ഓക്കെ, ഇപ്പം പോത്തുംകാൽ റെഡിയാണ്. ഇനി പോത്തുംകാൽ എങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. പോത്തുംകാൽ പൊറോട്ട. ഓക്കെ, കുറച്ച് കഷ്ണങ്ങളും ഉണ്ട്. മജ്ജെല്ലാം നല്ല ലൂസായിട്ടുണ്ട് കേട്ടോ. സംഗതി കൊതിയായിട്ട് പാടില്ല. വാ പൊറോട്ട ആ പൊറോട്ട പോത്തുംകാൽ ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാം അല്ലേ. ആ ഉണ്ടല്ലേ. കേട്ടോ അടിപൊളി അടിപൊളി. ഉദ്ദേശിച്ച കറിയായില്ലെങ്കിലും അല്ലേ, ഉദ്ദേശിച്ചാണെങ്കിലും വേറൊരു വെറൈറ്റി പായ മിക്സ്ചർ ഉള്ളൊരു പോത്തുംകാല് അല്ലേ. അതെ, പാളിപ്പോയ പോത്തുങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. പോത്തുംകാല കഴിച്ചില്ല, പോത്തുംകാല കഴിച്ചിട്ടാണല്ലോ വേറെ മൊത്തം എല്ലാം ഉള്ളൊന്നുമില്ല. വിചാരിക്കുന്നത് ഞാൻ മൊത്തം കഴിച്ച ആളുടെ മുഖം ഒന്ന് കാണിച്ചോളൂ.
എല്ലാ മജ്ജയും കറിയുടെ അകത്ത് കലിഞ്ഞു പോയി. മാത്രമായി